ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 6-ാം വാക്യം. അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും ഈശോ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചിലവഴിച്ചു. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. എപ്പോഴും പെട്ടെന്ന് എല്ലാം ലഭിക്കണം എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ജീവിക്കുന്നവരല്ലേ. ഞാൻ പ്രാർത്ഥിച്ചാല് പ്രാർത്ഥനയുടെ ഫലം പെട്ടെന്ന് കിട്ടണം, പ്രാർത്ഥിച്ച ഉടനെ എനിക്ക് ലഭിക്കണം, ഫാസ്റ്റ് ഫുഡിന്റെ കാലഘട്ടം. എന്നാല് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ്. രോഗിയായ തനിക്ക് പ്രിയപ്പെട്ട ലാസറിനെ കുറിച്ച് അറിയുമ്പോഴും ഈശോ എന്താ ചെയ്തത്? 2 ദിവസം കൂടി അവൻ അവിടെ തന്നെ ചിലവഴിച്ചു. താൻ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്, അവന് ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഈശോ അവനോടും പറയുന്നത് കാത്തിരിക്കാനായിട്ട്. പലപ്പോഴും ഈ ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തില് ഇല്ലാതായി പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, അതേ നിമിഷം തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് ലഭിക്കണം. കിട്ടാതെ വന്നാല് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിരാശപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയുക, നിന്റെ സമയത്തേക്കല്ല, എന്റെ സമയം വരെ വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി കാത്തിരിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം, അതെപ്പോഴാണ് വേണ്ടത് എന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈശോ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. നീ പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി കാത്തിരിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നിന്റെ ജീവിതത്തില് നിനക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ സമയത്തേക്ക് ദൈവത്തെ കൊണ്ടുവരികയല്ല, മറിച്ച് ദൈവത്തിന്റെ സമയം വരെ പ്രത്യാശയോടുകൂടി കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തില് ഒന്നും എൻ്റെ ദൈവം അറിയാതെ സംഭവിക്കുകയില്ല. അവൻ എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ കുറിച്ച് അവനൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും എൻ്റെ നാശത്തിനല്ല, മറിച്ച് എൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാ, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാ. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ സമയം വരെ വിശ്വാസത്തോടുകൂടി കാത്തിരിക്കാനായിട്ട്. ഒരുപക്ഷെ മറ്റുള്ളവര് നമ്മളെ കളിയാക്കിയേക്കാം, നീ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ, എന്താ ദൈവത്തിന് നിന്നെ ഇഷ്ടമില്ലേ, എന്തുകൊണ്ടാ ദൈവം നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നത്? ഇങ്ങനെ പല ചോദ്യങ്ങള് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില് നമുക്കും കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷെ അവിടെയൊന്നും വിശ്വാസം ഉപേക്ഷിക്കാതെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവൻ എൻ്റെ ജീവിതത്തില് എനിക്ക് വേണ്ട സമയത്ത് കൃത്യമായിട്ട് അത് പ്രദാനം ചെയ്യുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട്, അവന്റെ സ്നേഹത്തിലായിരുന്നുകൊണ്ട് ജീവിതത്തില് എപ്പോഴും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.